So good morning. Today we'll be discussing on another topic, discounted payback period. So നമ്മൾ ഡിസ്കസ് ചെയ്തതുപോലെ പേ ബാക്ക് പീരീഡ് എന്ന് പറയുന്നത് നമുക്കറിയാം, അതായത് ടൈം റിക്വയർഡ് ടു റിക്കവർ ദ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്. സോ റിക്കവർ ചെയ്ത അല്ലെങ്കിൽ ആ മെത്തേഡിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡസൻ കൺസിഡേഴ്സ് ദ ടൈം വാല്യൂ ഓഫ് മണി. കാര്യം അതൊരിക്കലും ഡിസ്കൗണ്ടിങ് റേറ്റ് ഒന്നും തന്നെ കൺസിഡർ ചെയ്യുന്നില്ല. ഡസൻ കൺസിഡർ ദ ടൈം വാല്യൂ ഓഫ് മണി. ഓക്കെ, സോ ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡ് എന്ന് പറഞ്ഞാൽ it's actually a modification of payback period. It is exactly the number of years taken in recovering the investment outlay on the present value basis. അതാണ് ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡ് എന്ന് പറയുന്നത്. പേ ബാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എന്ന് തിരിച്ചു കിട്ടും എന്നാണെങ്കിൽ അത് തന്നെയാണ് ഡിസ്കൗണ്ടഡ് പേ ബാക്കും പറയുന്നത്. പക്ഷേ we will consider the recovering of the investment outlay which is on the present value basis. അതൊരു ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ടെക്നിക്കാണെന്ന് മനസ്സിലാക്കാം. നേരത്തെ പറഞ്ഞ ആക്സെപ്റ്റഡ് ക്രൈറ്റീരിയ ഒക്കെ തന്നെയാണ് ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡിൻ്റെ കേസിലും പറയുന്നത്. ലൈക്ക് ഒന്നെങ്കിൽ കമ്പനി സ്പെസിഫൈ ചെയ്യുന്ന പീരീഡിനെക്കാട്ടിയും കുറവായിരിക്കണം, അതുമല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ട് പ്രോജക്റ്റിനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ചെറിയ പേ ബാക്ക് പീരീഡ് ഉള്ള ആരാണോ, ഡിസ്കൗണ്ട് പേ ബാക്ക് പീരീഡ് ഉള്ള ആരാണോ, ദേ വിൽ ബി ആക്സെപ്റ്റഡ്. സോ ഇതെങ്ങനെ നമുക്ക് ചെയ്യാമെന്നുള്ളത് വി വിൽ എക്സ്പ്ലെയിൻ വിത്ത് ആൻ എക്സാമ്പിൾ. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ ഇങ്ങനെ ക്വസ്റ്റ്യൻ കിട്ടിയാൽ ഇതിനകത്ത് നമുക്ക് ആക്ച്വലി ചെയ്ത് തുടങ്ങണം. ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡ് കണ്ടുപിടിക്കുക എന്നതാണ് ക്വസ്റ്റ്യൻ. സോ അങ്ങനെ ക്വസ്റ്റ്യൻ പറയുമ്പോൾ അലോങ് വിത്ത് ദാറ്റ് ദേ വിൽ സ്പെസിഫൈ ദ ഡിസ്കൗണ്ടിങ് ഫാക്ടർ ദാറ്റ് ഈസ് ആർ ഈസ് ഈക്വൽ ടു 20%. അതാണ് നമുക്കിവിടെ വന്നിരിക്കുന്ന റിട്ടേൺ എന്ന് പറയുന്നത്, റേറ്റ് എന്ന് പറയുന്നത്. സോ അങ്ങനെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ വി നീഡ് ടു കൺസ്ട്രക്ട് അനദർ ടേബിൾ സോ ദാറ്റ് വി ക്യാൻ കാൽക്കുലേറ്റ് ദ എൻറ്റയർ തിങ്. സോ ആ ടേബിൾ എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. First row column is year, and then we can write the cash flow again. Then just calculate the present value interest factor which is given by the equation PVIF is equal to 1 by 1 plus R all raised to T. Okay, then the discounted cash flow. How we can obtain the discounted cash flow? As we all know that the present value is equal to the future value into present value interest factor, otherwise FV into 1 by 1 plus R all raised to T, that is 1 plus R all raised to T. സോ നമ്മൾ ഈ 1 by 1 plus R all raised to T ആണ് പ്രസൻറ്റ് വാല്യൂ ഇൻട്രസ്റ്റ് ഫാക്ടറിൽ കണ്ടുപിടിക്കുന്നത്. സോ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഡിസ്കൗണ്ട് ക്യാഷ് ഫ്ലോ കണ്ടുപിടിക്കാനായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ആൻഡ് ദെൻ ക്യുമുലേറ്റീവ് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ. നമ്മൾ നേരത്തെ പേ ബാക്ക് പീരീഡ് ചെയ്ത പോലെ തന്നെ ക്യുമുലേറ്റീവ് ആണ്, പക്ഷേ ഡിസ്കൗണ്ട് ക്യാഷ് ഫ്ലോസിന് മാത്രം ക്യുമുലേറ്റ് ചെയ്താൽ മതി. സോ നമുക്ക് ക്വസ്റ്റ്യൻ കോപ്പി ചെയ്യാം. 0 1 2 3 4 5. സോ നമ്മൾ ക്വസ്റ്റ്യൻ കോപ്പി ചെയ്തു. സോ നമുക്കിനി കണ്ടുപിടിക്കുന്നത് പ്രസൻറ്റ് വാല്യൂ ഇൻട്രസ്റ്റ് ഫാക്ടറാണ്. സോ ഫസ്റ്റ് ഇയർ 0 ആണ്. സോ നമുക്കറിയാം 1 by 1 plus R 20 കൊടുത്താലും റേസ് ടു 0 1 by 1 ഈസ് ഈക്വൽ ടു 1 തന്നെയാണ്. സോ വി ക്യാൻ സിംപ്ലി റൈറ്റ് ദാറ്റ് ഈസ് 1. ആൻഡ് നെക്സ്റ്റ് കേസ് ഈസ് ഇൻ ദിസ് ഹിയർ 1, the T is equal to 1 and R is equal to 20%. So the present value interest factor is equal to 1 by 1 plus R. R is equal to 20%, that is 0.2 raised to T is equal to 1. That is 1 by 1.2. Solve ചെയ്യുമ്പോൾ we will be getting it as 0.833. സിമിലർലി നമുക്ക് അടുത്ത് നോക്കാം. ഇവിടുത്തെ കേസിൽ എന്താ വരും? T is equal to 2 and R is equal to 20%. That is 1 by 1.2 the whole square is equal to 0.694. സോ ഇതാണ് നമുക്ക് എന്ത് ചെയ്യാം, എല്ലാത്തിൻ്റെയും വാല്യൂസ് കണ്ടുപിടിക്കാം. ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂസ് ഇവിടെ എഴുതാം, നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഈ ഡിസ്കൗണ്ട് ക്യാഷ് ഫ്ലോ കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് മൾട്ടിപ്ലൈ ദ ക്യാഷ് ഫ്ലോ വിത്ത് പ്രസൻറ്റ് വാല്യൂ ഇൻട്രസ്റ്റ് ഫാക്ടർ. സോ ഫസ്റ്റ് വൺ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 80,000, അത് നെഗറ്റീവ് ആണ്. സോ പുട്ട് ഇറ്റ് ഇൻ എ ബ്രാക്കറ്റ് ഓർ യു ക്യാൻ സിംപ്ലി റൈറ്റ് ആസ് നെഗറ്റീവ്. Then multiply all the remaining values. 22,000 into 0.833, that is equal to 18,326. Similarly, you can write all the values. I'm just copying down the values. You can calculate. This is equal to 32,000 into 0.482, that is equal to 15,424 and 6432 is the last value.
Now what we are going to do is that we are going to cumulate this particular values. So first one is minus 80,000, just copy that, minus 80,000. So now what we have to do is that അടുത്ത ക്യുമുലേറ്റീവ് വാല്യൂ ചെയ്യുക, അത് മൈനസ് 80,000 പ്ലസ് 18,326 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, മൈനസ് 617,674 എന്ന് കിട്ടും. ഇനി അടുത്ത വാല്യൂ എങ്ങനെ കിട്ടും, മൈനസ് 61674 പ്ലസ് 20,820 ആൻഡ് റിപ്പീറ്റ് ദ പ്രോസസ്. So this value is minus 4854. Next is minus 4854 plus 23,160 is equal to minus 17,694. Next is minus 7,694 plus 15,424 equal to minus 2270. And last one is minus 2270 plus 6432 is equal to plus 4162. സോ നോക്കിയേ, നമ്മൾ പറഞ്ഞു പേ ബാക്ക് പീരീഡിൻ്റെ കേസിലാണെങ്കിൽ എവിടെയാണോ ഇത് പോസിറ്റീവ് ആകുന്നത് അവിടെ വെച്ച് നമുക്ക് ടെർമിനേറ്റ് ചെയ്യാം, പരിപാടി നിർത്താം. സോ ഇവിടെ ലാസ്റ്റിലാണ് നിന്നത്, അതുകൊണ്ട് അവിടെ തന്നെ മാറ്റമൊന്നുമില്ല. അപ്പോൾ ഇനി എന്താണ് ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡ് നമുക്ക് എഴുതാം. എന്താണ് ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡ് നോക്കിയേ, 4 years എന്തായാലും നമുക്ക് വേണം. കാര്യം എന്താ, 4 years കംപ്ലീറ്റ് ആകുമ്പോഴും ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോയുടെ ക്യുമുലേറ്റീവ് വാല്യൂ നെഗറ്റീവാണ്. സോ ദാറ്റ് റിമെയിൻസ് സെയിം, ദാറ്റ് ഈസ് 4 പ്ലസ്. ഇനി നോക്കിയേ, 5th year ആണ് ഇത് പോസിറ്റീവ് ആയിരിക്കുന്നത്. സോ 4th yearൽ 2270 നമുക്ക് റിക്വയർമെൻറ്റ് ഉണ്ടായിരുന്നു, അത്രയും കൂടെ കിട്ടിയിരുന്നെങ്കിൽ 0 ആകുമായിരുന്നു. പക്ഷേ 5th year നമുക്ക് എത്ര കിട്ടി, 6,432 കിട്ടി. സോ ഇൻറ്റു 12 നമ്മൾ മന്തിലേക്ക് കൺവേർട്ട് ചെയ്യുവാണ്. സോ വി വിൽ ഗെറ്റിംഗ് ദ വാല്യൂ ആസ് 4.35 years. റൗണ്ട് ചെയ്യുകയാണെങ്കിൽ 4 years and 4 months. ഓക്കെ, സോ നമ്മൾ ഓൾറെഡി മന്ത്സ് കൺവേർട്ട് ചെയ്തുകൊണ്ടാണ് ഡയറക്റ്റ് എന്ത് ചെയ്താൽ മതി, അതിന് മന്ത്സിലേക്ക് മാറ്റി. സോ ഡിസ്കൗണ്ട് പേ ബാക്ക് എത്ര കിട്ടി, 4 years and 4 months എന്ന് കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വേറൊരു റേറ്റ് ഓഫ് റിട്ടേൺ ചെയ്ത് നോക്കാം. ഫോർ എക്സാമ്പിൾ R is equal to 15%. R is equal to 15% ആണെങ്കിൽ ഡിസ്കൗണ്ട് പേ ബാക്ക് പീരീഡ് എന്താണെന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. സോ അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഇത്രയുമാണ് ഡിസ്കൗണ്ട് പേ ബാക്ക് പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു എക്സാമിന് ചോദിക്കുകയാണ് എക്സ്പ്ലെയിൻ ചെയ്ത് ഡിസ്കൗണ്ട് പേ ബാക്ക് പീരീഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാവുന്ന കാര്യം, ഇറ്റ്സ് എ ഡിസ്കൗണ്ട് ക്യാഷ് ഫ്ലോ ടെക്നിക്കാണ്. ഇറ്റ് ഡസൻ കൺസിഡർ ദ ടൈം വാല്യൂ ഓഫ് മണി. ഇറ്റ് ആക്ച്വലി ഓവർകംസ് ദ ഡ്രോബാക്ക് ഓഫ് ദ കൺവെൻഷണൽ പേ ബാക്ക് പീരീഡ് ബൈ കൺസിഡറിങ് ദ ടൈം വാല്യൂ ഓഫ് മണി. സോ അതിൻ്റെ ഫോമുല ഇത്രയേ ഉള്ളൂ. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നമ്മൾ ക്യാഷ് ഫ്ലോ എഴുതുക, പ്രസൻറ്റ് വാല്യൂ ഇൻട്രസ്റ്റ് ഫാക്ടർ കണ്ടുപിടിക്കുക. ഫോമുല എന്താണ്, 1/1 + R all raised to T. T എന്ന് പറയുന്ന കറസ്പോണ്ടിങ് ഇയർ ആൻഡ് R is the rate of discounting factor or rate of return. Then discount cash flow കണ്ടുപിടിക്കുക. then cumulative discount cash flow. discount cash flow എങ്ങനെ കിട്ടുന്നത്, തന്നിരിക്കുന്ന ക്യാഷ് ഫ്ലോ ഇൻറ്റു പ്രസൻറ്റ് വാല്യൂ ഇൻട്രസ്റ്റ് ഫാക്ടർ. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ എന്തായി, പ്രസൻറ്റ് വാല്യൂലേക്ക് കൺവേർട്ട് ചെയ്തു. then find out the cumulative value. then you can easily find out the discounted payback period. Okay, thank you.